പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകേണ്ടവർക്ക് ഈ മാസം 16 മുതൽ മെയ് 16 മുതൽ 21 വരെ അതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സേവ് ഇയർ പരീക്ഷ, സേവ് പരീക്ഷ ഈ വർഷം ജൂൺ മാസം ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള ഏർപ്പാടുകളും പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഉപരിപഠനത്തിന് യോഗ്യത ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. പരീക്ഷ പാസ്സായ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പരീക്ഷാ കമ്മീഷണറേറ്റും ഡിജിഇയുടെ ഓഫീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ SSLC പരീക്ഷ നട്ട്ഷെല്ലിൽ പറയുന്നത്. ഒരു അഡീഷണൽ പോയിന്റും കൂടെ സൂചിപ്പിക്കാനുള്ളത് ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പരീക്ഷാ കമ്മീഷണർ നൽകുന്നതാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ 10th ക്ലാസ് പരീക്ഷയിൽ തുടർ പഠനത്തിന് അർഹത നേടി പാസ്സായ വിദ്യാർത്ഥികളുടെ മുൻപിൽ നമുക്കറിയാം ഒട്ടേറെ തുടർ പഠന സാധ്യതകളാണ് ഉള്ളത്. 3 സ്ട്രീംസ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 46 കോമ്പിനേഷനുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ഡിപ്ലോമ കോഴ്സസ്, പോളിടെക്നിക്സ്, ഒരുപാട് തുടർ പഠന സാധ്യതകളാണ് കുട്ടികൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് 20-ാം തീയതി വരുന്ന 20-ാം തീയതി 10th ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ, ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. സോ ആയതിനാൽ 10th ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ നിയറസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20-ാം തീയതി രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഈ ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ പങ്കെടുക്കാവുന്നതാണ്. താങ്ക് യു. നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ വർഷം പുതിയ കരിക്കുലം ഈ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫോളോ ചെയ്തിരുന്ന കരിക്കുലത്തിന്റെ ഒരു ചെറിയ മാറ്റം 2025-26 അക്കാഡമിക് ഇയറിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പം അതായിരിക്കാം ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കേട്ടില്ല, എവിടുന്ന? ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വിശദമായിട്ട് വിശകലനം ചെയ്തിട്ട് ഡയറക്ടറേറ്റ് പരീക്ഷാ കമ്മീഷണർ ഓഫീസും ഡയറക്ടർ ജനറലിന്റെ ഓഫീസും വിശദമായിട്ട് പരിശോധിച്ചിട്ട് കുറച്ചും കൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പെഡഗോഗിക്കൽ അപ്രോച്ച് എടുക്കുവാൻ ടീച്ചേഴ്സിനും ഒരു ആഹ്വാനം നൽകുന്നതിനെ പറ്റി ഡയറക്ടർ ജനറൽ ആലോചിക്കുന്നുണ്ട്. അത് ഒരു പോയിന്റ് കൂടി മാം, ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ ഈ A+ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ 2015 to 20 എത്ര ഉണ്ടായിരുന്നോ അതേ ഫിഗറാണ് ഇപ്പോൾ ഉള്ളത്. 21 to 24 നല്ല രീതിയിൽ A+ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഫിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ 2015 A+ എടുത്തത് 15,000, 16-ൽ 20,000, 20,000, 30,000 അതേ റേഞ്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മാഡം പറഞ്ഞതുപോലെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ കരിക്കുലം, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതാണ് മെയിൻ റീസൺസ് ആയിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. വി വിൽ ഡു ആൻ അനാലിസിസ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.